വെൽക്കം ടു റോയൽ കൺവെൻഷൻ സെന്റർ. മെയിൻ റോഡിൽ നിന്നും വെറും 400 മീറ്റർ അകലെയായി 3 ഏക്കറിൽ വളരെ മനോഹരമായ അന്തരീക്ഷത്തിൽ 58,000 സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിൽ 700-ലധികം സീറ്റുകളുള്ള വിശാലമായ മാരേജ് ഹാൾ. കണ്ടാക്ട് നൗ ഫോർ ബുക്കിംഗ്. തൂതപ്പുഴയിലെ തിരുവേഗപ്പുറം മൂതിക്കയം റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപത്തെ പുഴയിൽ നിന്നുമുള്ള മണൽ നീക്കം വ്യവസ്ഥകൾ പാലിക്കാതെയെന്ന് ആക്ഷേപം. പുഴ മലിനമാകുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് ഇവിടെ നടക്കുന്നതെന്നാണ് ആക്ഷേപം. ഇതിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. തൂതപ്പുഴയിലെ തിരുവേഗപ്പുറ മൂതിക്കയം റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപത്തെ പുഴയിൽ നിന്നുമുള്ള മണൽ നീക്കം പുനരാരംഭിച്ചത് വ്യവസ്ഥകൾ പാലിക്കാതെയാണെന്നുള്ള ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. പുഴ മലിനമാകുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ പുഴയിൽ നടക്കുന്നതെന്നും ഇത് തടയാനാവശ്യമായ നടപടികൾ വേണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. നിലവിൽ ഉണങ്ങിയ മണൽ മാത്രമേ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നീക്കാവൂ എന്നതാണ് വ്യവസ്ഥ. നനഞ്ഞ മണൽ പമ്പ് ചെയ്ത് പൈപ്പ് വഴി കരയിലേക്ക് എത്തിച്ച് കരയിൽ വെച്ചാണ് ഫിൽറ്ററിംഗ് നടത്തേണ്ടത്. ഈ വ്യവസ്ഥകളൊന്നും ഇവിടെ പാലിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. പുഴയിലെ വെള്ളത്തിൽ നിന്ന് മണൽ യന്ത്രങ്ങൾ ഉപയോഗിച്ച് കോരിയെടുക്കുകയും പുഴയിൽ തന്നെ ഫിൽറ്ററിംഗ് നടത്തുകയും ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ പ്രവൃത്തികൾ മൂലം ഡീസൽ ഗ്രീസ് മാലിന്യങ്ങൾ ജലസ്രോതസ്സിൽ പടരാൻ കാരണമുണ്ടാകുമെന്നും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനു പുറമെ പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ പുറമ്പോക്ക് ഭൂമിയിലൂടെ പുഴയിലേക്ക് റോഡ് വെട്ടിയതും പ്രതിഷേധത്തിന് ഇടവരുത്തിയിട്ടുണ്ട്. പുഴയിലേക്ക് വാഹനമിറക്കാനായി ഇട്ട ഫാക്ടറി മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്തിട്ടില്ല. ഇതും നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ഇടവരുത്തുകയാണ്. പാലം കമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പാലത്തിലൂടെ ടോറസ് ലോറികൾക്ക് മണൽ കൊണ്ടുപോകാൻ അനുമതി നൽകിയതും അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണെന്നും നാട്ടുകാർ പറയുന്നു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് മൂർക്കനാട് പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. പദ്ധതിക്ക് സമീപം പുഴയിൽ വന്നടിഞ്ഞ മണ്ണും മണലും നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ ഇക്കഴിഞ്ഞ മാർച്ചിലാണ് തുടങ്ങിയത്. മണ്ണും മണലും നീക്കം ചെയ്യുകയാണെന്ന വ്യാജേനെ പാല നിർമ്മാണത്തിലെ അപാകത മറച്ചുവെക്കുവാൻ പുഴയുടെ സ്വാഭാവിക അടിത്തട്ടിന്ന അടിയിലേക്ക് വലിയ തോതിൽ പുഴ ആഴം കൂട്ടുന്ന പ്രവൃത്തികളാണ് നടക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് ഹൈക്കോടതി പ്രവൃത്തികൾ താൽക്കാലികമായി നിർത്തിവെക്കുവാൻ ഉത്തരവിട്ടിരുന്നു. തുടർന്ന് കഴിഞ്ഞ മാസമാണ് പ്രവൃത്തികൾ വീണ്ടും പുനരാരംഭിച്ച പ്രവൃത്തികളാണ് ഇപ്പോൾ വ്യവസ്ഥകൾ പാലിക്കാതെ നടത്തുന്നതെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം എല്ലാ വ്യവസ്ഥകളും പാലിച്ചുള്ള പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് അധികൃതരുടെ വിശദീകരണം. എത്ര കാലായി ഈ വേസ്റ്റ് ഇട്ടിട്ട് എത്ര കാലായി? ഈ കെമിക്കൽ ഇട്ടിട്ട് എത്ര മാസങ്ങളായി? എത്ര മാസമായി ഇതുവരെ നിങ്ങളെ മാറ്റിയിട്ടില്ലല്ലോ.